ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിലും അധികം കാര്യങ്ങൾ തെളിവുകളായിട്ടുണ്ട്. മാലാപാർവതി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇപ്പോൾ. മാലാപാർവതി, വെരി ഗുഡ് മോർണിംഗ്. മാലാപാർവതി, നമ്മളുടെ പോരാട്ടം തുടരുകയാണ്. മാലാപാർവതിക്ക് അറിയാമല്ലോ, റിപ്പോർട്ടർ എടുത്തിരുന്നൊരു നിലപാടും അതുമായി ബന്ധപ്പെട്ട് നമ്മളെ വളരെ വളരെ ശ്ലാഘനീയമാണ്. വരുൺ നിങ്ങളുടെ എടുത്തിരുന്ന ഒരു പ്രഷർ, നിങ്ങൾ അതിന് കൊടുത്തിരുന്ന ഒരു സപ്പോർട്ട്, അത് അതിന് പിന്നാലെ നിന്നതിന് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിന്ന് ചില ഓലകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ചില നടന്മാർ നമുക്ക് എതിരെ കോടതിയെ സമീപിക്കുകയും അതെല്ലാം പിന്നീട് തള്ളിക്കളഞ്ഞു. അതെല്ലാം പൊതുസമൂഹം, നമുക്ക് ഏതെങ്കിലും ഒരു നടനെ കരിവാരി തേക്കാൻ ആഗ്രഹമില്ല. പക്ഷേ നമ്മൾ കണ്ടതും കേട്ടതും നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുമായ ഒരുപാട് കഥകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പ്രേക്ഷകരെ അറിയിക്കും ഓരോ ഘട്ടങ്ങളിൽ അവരുടെയൊക്കെ താല്പര്യപ്രകാരം. മാലാപാർവതി, ഇനി ഒറ്റ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ കേസിന് പോകേണ്ടതല്ലേ? ഇത് ഒരു നിയമ നടപടികളിലേക്ക് കടക്കേണ്ട സമയമായില്ലേ? നിയമ നടപടികൾ ആദ്യമേ തന്നെ ഞാനിത് ആദ്യമൊക്കെ സ്മൃതിയോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ചോദിക്കുമ്പോഴൊക്കെ ഇത് ആദ്യം കമ്മീഷനായിരുന്നു. ഓർമ്മയുണ്ടോ? ഹേമ കമ്മിറ്റി, നമ്മളെ ഹേമ കമ്മീഷൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ആദ്യം, അല്ലേ? അത് പെട്ടെന്ന് അല്ലല്ല, ആദ്യം കമ്മീഷനായിരുന്നു. ഓർക്കുന്നോ? ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് പെട്ടെന്ന് കമ്മിറ്റിയാക്കി ഈ സാധ്യത അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മാലാപാർവതി, ഈ എൻക്വയറീസ് ഓഫ് കമ്മീഷൻ ആക്ട് പ്രകാരം കമ്മീഷൻ ആണെങ്കിൽ നിയമസഭയിൽ അത് ടേബിൾ ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. ടേബിൾ ചെയ്യേണ്ടി വരും, ടേബിൾ ചെയ്യേണ്ടി വരും. അതിന് ആക്ഷനും ഉണ്ടാവും. ബിക്കോസ് ഇറ്റ് കുറച്ചും കൂടി ഇതൊരു പഠന കമ്മിറ്റിയാക്കി അതിനെ താഴ്ത്തി. അത് അവിടെ ആ സമയത്തെ നമുക്കിതിന്റെ ഒരു പടി പറ്റിച്ചല്ലോ. മനസ്സിലായോ? ആ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധ്യതകളുണ്ട്. ശരിയാണ്. അത് കമ്മിറ്റി ആക്കുന്നതിലൂടെ തന്നെ അതിന്റെ നമ്മൾ പറഞ്ഞാൽ അതിന്റെ പല്ലടിച്ചു കൊഴിച്ചു. ബൈറ്റിംഗ് അല്ലാതായി മാറി, അത് ബാർക്കിംഗ് ആയി. ആ കമ്മിറ്റി ആയിടം തൊട്ട് ഇവർ ഇന്നലെ സജി ചെറിയാൻ സാറിന്റെ പ്രതികരണം കേട്ടിരുന്നു. അതിനകത്ത് നിഗമനങ്ങളും അതിനകത്ത് ഈ റെക്കമെൻഡേഷൻസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അത് കമ്മിറ്റി ആയതുകൊണ്ടാണ്. കമ്മീഷൻ ആയിരുന്നെങ്കിൽ വേറെ സാധ്യതകൾ തുറന്നേനെ. പക്ഷെ ഇനിയിപ്പോ അതിന് വേറെ നിയമ പഴുതുകൾ കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? എളുപ്പമാണ് മാലാപാർവതി. ഞാൻ ഇന്നലെ വളരെ ഒരു പ്രഗത്ഭനായ അഭിഭാഷകനുമായിട്ട് നിയമവിദഗ്ധമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതൊരു ആധികാരിക സമിതി കണ്ടെത്തിയ നിഗമനമാണ്. ഒരു തൊഴിൽ മേഖലയിൽ പോഷ് വരുന്ന, അതായത് ഈ തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അതൊരു ആധികാരിക സമിതി കണ്ടെത്തിയിരിക്കുന്നു. ആ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്താൽ അതൊരു തെളിവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം. അറിഞ്ഞൂടാ, ഇത് ഹൈക്കോടതി മാൻഡബസ് ഒക്കെ കൊടുക്കേണ്ടി വരും. റിട്ട് ഫയൽ ചെയ്യേണ്ടി വരും. മാൻഡബസ് വഴിയേ പറ്റുള്ളൂ. മാൻഡബസ് വഴി ആരെങ്കിലും ഒരാൾ പരാതി പോയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാൻഡബസ് പോയിട്ടൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ ലളിതാകുമാരി കേസിന്റെ ഒരു വിധി ബാധകമാവും. അപ്പൊ അങ്ങനെ അതിന്റെ സാധ്യതകൾ നോക്കേണ്ടി വരും. പക്ഷെ അത് വരാതിരിക്കാനാണ് അത് ആദ്യമേ ചെയ്തത്. എനിക്കതിന്റെ നിയമപരമായ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മാലാപാർവതി ആവശ്യപ്പെടുന്നില്ലേ അതിന് നീതി കിട്ടേണ്ടതല്ലേ ഈ ഇരകൾക്ക്? വരുന്ന ആളുകൾ ഇരയാക്കപ്പെടാതിരിക്കാനും അതിന് ഇവിടെ നീതി കിട്ടി അത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരു എത്ര കാലം തൊട്ട് ഞാനൊക്കെ എന്ന് തൊട്ട് തുടങ്ങിയ ആൾക്കാരുടെ ഒരു കഥകളുടെ ഒരു തുടർച്ചയല്ലേ ഇത്. അപ്പോ ഒരു സിസ്റ്റം ഇങ്ങനെ ആയിരിക്കുമ്പോ എല്ലാ ആൾക്കാരും പൊല്യൂട്ടഡ് ആവും. അപ്പൊ അത് ശിക്ഷ എവിടത്ത് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതിനകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല ഒഴിവാക്കാൻ. അപ്പൊ മാലാപാർവതി പറഞ്ഞതിലെ ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഇതിന്റെ ഒരു പ്രൈമറി സോഴ്സുമായി സംസാരിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത വിഗ്രഹങ്ങൾ പോലും ഉടഞ്ഞു പോകും എന്നാണ് അവർ പറഞ്ഞത്. അതൊക്കെ അതിനകത്തൊരു പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ഭയങ്കര ശരി, നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. ഞാനത് പറഞ്ഞു കൂടുതൽ മാലാപാർവതിയെ ബുദ്ധിമുട്ടിലാക്കുന്നില്ല. എനിക്കറിയാം മാലാപാർവതി നിൽക്കുന്ന ഒരു സിനിമാ ഫീൽഡും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നതും എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്. താങ്ക് യു മാലാപാർവതി. നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കാം.
താങ്ക് യു. താങ്ക്സ് ലോട്ട് മാലാപാർവതി ഇപ്പോൾ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ തുടക്കം മുതൽ തന്നെ ഇതിലെടുത്തൊരു നിലപാട്, ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിൽ ഒരുപാട് പേര് ഈ ഏട്ടൻ പാവാട ടീമുണ്ടല്ലോ, അവർ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിലൊക്കെ മുന്നോട്ട് വന്നു. ഒരു കാര്യമില്ല, നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാണ്. മാത്രമല്ല കോടതിയിൽ കേസ് പോയി, ആ നടനെ കരുവാരി തേക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല കേസുകൾ പോയി. എല്ലാ കേസുകളുടെ തിരമാലകൾ വരുമ്പോഴും റിപ്പോർട്ടർ പിടിച്ചു നിന്നത് സത്യം നമുക്കൊപ്പമാണ് എന്ന തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. ഓരോരുത്തരായി നമ്മൾക്കൊപ്പം വന്ന് മൊഴി നൽകിയത് കൊണ്ടാണ്. അവരനുഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോട് തുറന്നു പറഞ്ഞതുകൊണ്ടാണ്. ഒരു പുസ്തകം എഴുതിയാലുണ്ടല്ലോ, ഒരു പക്ഷേ കേരളത്തിലെ സിനിമാ ലോകം ഞെട്ടുന്ന ഒരു വലിയ പുസ്തകമായിരിക്കും. അങ്ങനെയൊക്കെ എഴുതാൻ പോലും കഴിയാതെ ജീവിതം അവസാനിപ്പിച്ചു പോയ നടിമാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത്രമേൽ കുഴപ്പം പിടിച്ചൊരു മേഖലയുണ്ട്. എന്നാൽ